മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച 529 കോടി രൂപയുടെ പലിശരഹിത വായ്പ സംബന്ധിച്ച തീരുമാനമെടുക്കാൻ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് സംസ്ഥാന സർക്കാർ. ഇന്നോ തിങ്കളാഴ്ചയോ തന്നെ യോഗം ചേരും. റവന്യൂ, പൊതുമരാമത്ത്, തദ്ദേശ വകുപ്പ് സെക്രട്ടറിമാരും KSEB ജല അതോറിറ്റി മേധാവികളും ചർച്ചയിൽ പങ്കെടുക്കും. അതേസമയം കേന്ദ്ര വായ്പ മാർച്ച് 31-നകം ഉപയോഗിക്കണമെന്ന ഉപാധിയിൽ ഇളവ് ചോദിക്കാനൊരുങ്ങുകയാണ് സംസ്ഥാനം. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാർ യോഗം ചേരുന്നുണ്ട്. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക ഈ മാർച്ച് 31-ന് മുൻപ് ചിലവഴിക്കേണ്ടതുണ്ട്. അതിലും ഒരു സാവകാശം സംസ്ഥാന സർക്കാർ ചോദിക്കുന്നുണ്ട്. കാരണം അത് പ്രായോഗികമായി പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് ധനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. രോഹിണി, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന ഈ 529 കോടി വളരെ വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ജനങ്ങളുടെ പുനരധിവാസം, അത് സർക്കാർ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ടൗൺഷിപ്പുകൾ അടക്കം സ്ഥാപിച്ചുകൊണ്ട് 750 കോടിയുടെ വികസന പദ്ധതികളാണ്, പുനരധിവാസ പദ്ധതികളാണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിനൊരു ആശ്വാസം പകരുന്നത് തന്നെയാണ് ഈ 529 കോടി. പക്ഷേ ഈ നടപ്പ് സാമ്പത്തിക വർഷം തന്നെ ഈ 529 കോടി രൂപ വിനിയോഗിച്ച് അതിന്റെ ഒരു യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാരിന് നൽകണമെന്നുള്ളതാണ് കേന്ദ്രം ഈ തുക അനുവദിച്ചതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തെ അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇനി 1.5 മാസം മാത്രമാണ് സർക്കാരിന് മുൻപിലുള്ളത്. സ്വാഭാവികമായും ആ സമയത്തിനുള്ളിൽ ഈ 16 പദ്ധതികൾക്കായി പണം വിനിയോഗിക്കുക, അത് പൂർത്തീകരിക്കുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്കയും വെല്ലുവിളിയുമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ പണം എങ്ങനെയൊക്കെ വിനിയോഗിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒപ്പം തന്നെ കേന്ദ്രത്തോട് ഏത് രീതിയിൽ സാവകാശം ആവശ്യപ്പെടാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കാനുമായി യോഗം ചേരുന്നത്. ഇന്നോ തിങ്കളാഴ്ചയോ ഈ വകുപ്പ് തല സെക്രട്ടറിമാരുടെ യോഗം ചേരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അതിൽ ധനവകുപ്പുണ്ട്, റവന്യൂ ഉണ്ട്, പൊതുമരാമത്ത് വകുപ്പും ജല അതോറിറ്റി, KSEB അടക്കമുള്ള വിവിധ വകുപ്പുകളുടെ വകുപ്പ് തല ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഓരോ വകുപ്പിനെയും ഏതൊക്കെ തരത്തിലുള്ള പണം വിനിയോഗിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഭരണാനുമതി നൽകണം എന്നതടക്കമുള്ള കാര്യത്തിലും ഈ ഒരു യോഗത്തിൽ തീരുമാനമാകും. അതിനുശേഷമായിരിക്കും കേന്ദ്രത്തോട് ഈ ഒരു സാവകാശം ആവശ്യപ്പെടുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നോ തിങ്കളാഴ്ച യോഗം പൂർത്തീകരിച്ചതിന് ശേഷം കേന്ദ്രത്തോട് വിവിധ സംസ്ഥാനങ്ങൾ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ സംസ്ഥാനങ്ങൾ ഏത് തരത്തിലുള്ള നടപടികളാണോ സ്വീകരിക്കുന്നത്, സമാനമായ രീതിയിൽ തന്നെയായിരിക്കും സംസ്ഥാനവും മറ്റ് നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ കുറഞ്ഞ കാലയളവിൽ ഇത്രയധികം രൂപ വിനിയോഗിക്കുക, അതും പദ്ധതി നടത്തിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം നൽകണമെന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ധനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അതിലടക്കം ഒരു തീരുമാനം ഉണ്ടാക്കിയതിനു ശേഷം കേന്ദ്രത്തോട് സാവകാശം ആവശ്യപ്പെടും. ഒപ്പം തന്നെ ഈ വായ്പ അനുവദിച്ചിട്ടുള്ള 16 പദ്ധതികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇതിനകം തുടങ്ങി വെക്കുക എന്നുള്ളതാണ് ധനവകുപ്പ് ആലോചിക്കുന്നത്. തുടങ്ങി വെച്ചതിന് ശേഷം ഈ തുക എങ്ങനെ വിനിയോഗിക്കാം, ഒപ്പം തന്നെ സാവകാശം എങ്ങനെ വേണം എന്നതടക്കമുള്ള കാര്യത്തിൽ കേന്ദ്രത്തെ വിശദാംശങ്ങൾ ധരിപ്പിക്കാനുള്ള ഒരു ആലോചനയിലാണ് സർക്കാർ ഉള്ളത്. എന്തായാലും വലിയ രീതിയിലൊരു ആശ്വാസം പകരുന്നത് തന്നെയാണ്. പല ഘട്ടങ്ങളിൽ സംസ്ഥാനത്തെ കേന്ദ്രം അവഗണിക്കുന്നുണ്ട്. വയനാട് ദുരന്തം കേന്ദ്രം ഒരു വലിയ ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലും കൂടുതൽ തുക അനുവദിച്ചില്ല എന്നുള്ള വിമർശനങ്ങൾ പല ഘട്ടങ്ങളിലും സർക്കാരും പ്രതിപക്ഷവും ഒക്കെ ഉയർത്തിയിരുന്നു. കഴിഞ്ഞ ബജറ്റിലടക്കം ധനമന്ത്രി അത്തരത്തിലുള്ള ചില ആശങ്കകളും അത്തരത്തിലുള്ള ചില വിമർശനങ്ങളും കേന്ദ്രത്തിനെതിരെ ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വലിയ രീതിയിലൊരു തുക, ഒരുപക്ഷെ അടുത്തെങ്ങും സംസ്ഥാനത്തിന് നൽകാത്ത രീതിയിൽ 529 കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് വയനാട് ചൂരൽമല അടക്കമുള്ള മേഖലകളിലെ പുനരധിവാസത്തിനായി നൽകുന്ന, അതും 16 പദ്ധതികൾ പ്രധാനമായും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ തുക അനുവദിക്കുന്നത്. 50 വർഷത്തേക്കാണ് ഈ വായ്പാ കാലാവധി, അതും പലിശരഹിത വായ്പയാണ് സംസ്ഥാനത്തിന് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിനെ പഴിചാരുന്നിടത്താണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്ര അറിഞ്ഞ് സഹായം കേരളത്തിലേക്ക് എത്തുന്നത്. പക്ഷെ അതെങ്ങനെ വിനിയോഗിക്കും? കാരണം മുൻപും പല പദ്ധതികൾക്കായി കേന്ദ്രം നൽകിയിരിക്കുന്ന തുക ലാപ്സാക്കി കളയുന്ന സാഹചര്യം സംസ്ഥാനം നടത്തിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ ഈ പദ്ധതിയുടെ ആശയങ്ങൾ, പദ്ധതി എങ്ങനെ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും എന്നതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കാതെ തുക പാഴായി പോകുന്നു. വിവിധ വകുപ്പുകൾക്ക് നൽകുന്ന പണം പാഴായി പോകുന്ന സാഹചര്യം. സമാനമായി തന്നെ ഈ തുകയും പാഴാകുമോ, അതോ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് സാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ 529 കോടി രൂപ വാങ്ങിയെടുക്കാനുള്ള പ്രാരംഭ നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ആദ്യ ചർച്ച അല്ലെങ്കിൽ യോഗം ഇന്നോ
തിങ്കളാഴ്ചയെ ചേരും. അതിനുശേഷമായിരിക്കും സാവകാശവും ഒപ്പം തന്നെ ഈ പദ്ധതി നടത്തിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രത്തെ വിശദമായി സംസ്ഥാനം അറിയിക്കുക. യോഹിണി. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.